ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഏലപ്പാറയിലെ മാതൃകാ കർഷകനായ ശ്രീ PG വിൻസെന്റുമായി ഒരു അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വിൻസെന്റ് എന്ന കർഷകന്റെ സമീപത്താണ്. അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളുമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം വിൻസെന്റ് ചേട്ടാ. നമസ്കാരം. ചേട്ടൻ എത്ര കാലമായി കാർഷിക മേഖലയിൽ വന്നിട്ട്? 25 കൊല്ലം. 25 വർഷമായി. ചേട്ടൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ്? ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ്. എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? ഏലമുണ്ട്, കൊടിയുണ്ട്, പച്ചക്കറി, പശു, കോഴി. ഇത്തരം കൃഷികളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് കാപ്പിയുണ്ട്. കന്നുകാലി കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതിനം കന്നുകാലികളാണ് ചെയ്യുന്നത്? വെച്ചൂറുണ്ട്, നാടൻ പശുണ്ട്, ജേഴ്സിയുണ്ട്, HF ഉണ്ട്. എല്ലാ ഇനം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ മൂന്നെണ്ണത്തിനെ ഒരു തൊഴുത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഉണ്ട്. നമുക്ക് പാല് സംഭരിക്കാനുള്ള സംവിധാനം സൊസൈറ്റി ഉണ്ട്. കന്നുകാലിയുടെ തീറ്റയൊക്കെ എങ്ങനെയാണ്? തീറ്റ നമ്മളെ പുല്ല് കൃഷി കുറച്ചുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് കച്ചി ഇറക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ കന്നുകാലി കൃഷി എന്നൊക്കെ ആളുകൾ ഒത്തിരി പേര് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ കന്നുകാലി കൃഷിയായിട്ട് പോകുന്നതിനെ കുറിച്ച് ചേട്ടൻ്റെ ഒരു അനുഭവം പറയാമോ? ശരിക്കും നമുക്ക് ലാഭം നോക്കിയാൽ ലാഭമല്ല. കാലിത്തീറ്റ എല്ലാം ഇപ്പം വില കൂടുതലാണ്. സർക്കാർ നമുക്ക് 5 രൂപ വില കൂട്ടിയായിരുന്നു. കൂട്ടിയപ്പം കാലിത്തീറ്റയ്ക്ക് 500 രൂപ കൂടി. അപ്പം അതിന് നമുക്ക് ലാഭമല്ല. നമ്മൾ സ്വന്തമായിട്ട് കുറച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയ തൈരാണ്, പാലാണെങ്കിലും പിന്നെ നമുക്ക് എപ്പോഴും വീട്ടിലൊരു 100 രൂപ എടുക്കാൻ വീട്ടിൽ എപ്പോഴും പൈസ ഉണ്ടാവും. അതുപോലെ ഇതിന്റെ പശുവിന്റെ ചാണകം കൃഷിക്ക് നമുക്ക് വിലയ്ക്ക് മേടിക്കണ്ട. അങ്ങോട്ട് ആവും ലാഭം. ചാണകം ഉപയോഗിച്ച് ബയോഗ്യാസ് ഒക്കെ പോലെ ബയോഗ്യാസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ലാഭം വരും, ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. തീറ്റപ്പുല്ല് ഏതിനാണ് കൃഷി ചെയ്യുന്നത്? C3. ഈ കന്നുകാലികൾക്ക് രോഗങ്ങളൊക്കെ വരുന്നത് അതാണ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടുള്ള പ്രശ്നം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ? അതിനെങ്ങനെയാണ്? ഇടയ്ക്ക് കുഴമ്പ് രോഗം ഇടയ്ക്ക് 1-2 വന്നായിരുന്നു. ഒരു ട്രിപ്പേ ഉള്ളൂ. പിന്നെ നമ്മൾ മൃഗാസ്പത്രിയിൽ നിന്ന് മരുന്ന് മേടിച്ചത് കുറവുണ്ട്. അപ്പോൾ രോഗങ്ങൾ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ പ്രതിരോധ മാർഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കൂട് നല്ല വൃത്തിയാക്കി എപ്പോഴും വയ്ക്കുക. കൂട്ടിൽ നല്ല വൃത്തി മരുന്നും കാര്യങ്ങളും അടിച്ച് ഡേറ്ററിലിട്ട് ക്ലിയർ ആക്കി വയ്ക്കുക. ഈ പശുവിന്റെ പരിപാലനം ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. എത്ര പശുക്കളുണ്ട്? 8 പശുവുണ്ട്. 8 പശുക്കളുണ്ട്. കറവയുള്ളത് 6 ഉണ്ട്. നാടൻ പശുവിന്റെ കാര്യം പറഞ്ഞു. നാടൻ പശുവിന്റെ പ്രത്യേകതകൾ എന്താണ്? അത് നമുക്ക് അഴിച്ചുവിട്ടാണ് ഞാൻ തീറ്റുന്നത്. അഴിച്ചുവിട്ട് തീറ്റാണ് നാടൻ പശു. അത് നമുക്ക് ലാഭം. അതിന് കറവയുള്ളതാണ്. കറവ ചെനയാണ്. അപ്പോൾ നാടൻ പശുവിന്റെ പാല് നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണോ അതോ വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? നാടൻ പശുവിനെ നമ്മൾ കൂടുതലും മറ്റു പാലിൻ്റെ കൂടെ ചേർത്ത് വിടും. വെച്ചൂറിൻ്റെ പാല് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെച്ചൂർ പശുവിൻ്റെ പാല് നമുക്ക് ഒരുപാട് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? എനിക്കിത് ആദ്യം അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ സാറിന് മറ്റേ പശുവിൻ്റെ കൂടെ തന്നെ പാല് വിടുവായിരുന്നു. ഡോക്ടർ ഒരു ട്രിപ്പ് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പശുവിൻ്റെ ഇത് വെച്ചൂറിൻ്റെ പാലിനെ കുറിച്ച് ഇങ്ങനെ വയറ്റിനും ശരീരത്തിനും അലർജി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു 1-1.5 ലിറ്റർ മിച്ചം കിട്ടും. അപ്പോൾ ആ ബാലൻസ് വന്ന് നമ്മൾ വെളിയിൽ കൊടുക്കാനായിട്ട് വിലയുണ്ട്. പക്ഷേ ഒരു 60 രൂപ ലിറ്റർ കൊടുത്താലും ആൾക്കാർക്ക് അത് വേണ്ട. അത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ. ചേട്ടനെ എവിടെ നിന്നാണ് വെച്ചൂർ പശുവിനെ കൊണ്ടുവന്നത്? അതോ പണ്ട് മുതലേ വീട്ടിലുണ്ടായിരുന്നത്? അല്ല, പൊൻകുന്നത്ത് മേടിച്ചാണ്. വെച്ചൂർ പശുവിന് ആവശ്യക്കാർ വരാറുണ്ടോ ചേട്ടൻ്റെ? അല്ല, അങ്ങനെ ഈ വീട്ടുകളിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നവർ ഒരു ചെറിയൊരു പശു ഇങ്ങനെ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്
കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നത് അങ്ങനെയാണ്. നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ചില സാധനങ്ങളൊക്കെ പശുവിന് കൊടുക്കാൻ പാടില്ല, അത് പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം തൊടുപുഴയിലൊക്കെ ഉണ്ടായ കപ്പയുടെ പോലെ അങ്ങനെയുള്ള അതുണ്ട്. അതിനെക്കുറിച്ച് ചേട്ടൻ അറിയാവുന്ന വിവരങ്ങളൊന്ന് വിശദമാക്കാം. എന്തൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത് അതിനെക്കുറിച്ച്? കപ്പ ഈ കട്ടുള്ള കപ്പയുടെ കൂടുതൽ കൊടുക്കരുത്. കപ്പ നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ആ കട്ട് കളഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ പശുവിന് കാൽസ്യം അങ്ങനെയുള്ള സാധനങ്ങൾ കാൽസ്യം നമുക്ക് മൃഗസ്ഥലുണ്ട്. പിന്നെ പോരാതെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കൊടുക്കും. അതിൻ്റെ അളവ് എങ്ങനെയാണ്? അതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ മൃഗസ്ഥലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നീ ഏലകൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏതിനം ഏലമാണ് ചെയ്യുന്നത്? ഞാൻ ആദ്യം നാടൻ സൈസായിരുന്നു ഏലം. ഇപ്പം അത് കഴിഞ്ഞ് നല്ലണി ഇങ്ങനെ ഒറ്റച്ചെമ്പൻ പുതിയ ഇനങ്ങൾ മാറിയായിരുന്നു. നാടൻ ലാഭമല്ല, നമുക്ക് ലാഭമുണ്ട്, രോഗം കൂടുതൽ വരുന്നില്ല, വിലക്കുറവാണ്. ഏലകൃഷിയിൽ കീടബാധയൊക്കെ തോട്ടത്തിലുണ്ടാകുന്നുണ്ട്? ഉണ്ടാകുന്നുണ്ട്. കാലാവസ്ഥ ചേഞ്ച് ആകുമ്പോൾ അഴുകലും തട്ടമറിച്ചലും കൊത്തഴുകലൊക്കെ വരുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചേട്ടൻ ചെയ്യുന്ന മാർഗ്ഗങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാം. അന്നേരം നമ്മൾ അതത് സമയത്ത് കൃഷി ഓഫീസിൽ നമ്മൾ രോഗത്തിൻ്റെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരതിനുള്ളത് മരുന്ന് നിർദ്ദേശങ്ങൾ പറഞ്ഞു തരും. അതനുസരിച്ച് ഏലകൃഷി എത്ര ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്? 3 ഏക്കറുണ്ട്. അപ്പോൾ അവിടെ തൊഴിലാളികളെയൊക്കെ കിട്ടാനുണ്ടോ? കിട്ടാൻ വലിയ കുഴപ്പമില്ല. ഈ തൊഴിലുറപ്പുള്ള സമയത്ത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികളെ എപ്പോഴെങ്കിലും ആശ്രയിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഏലക്കയുടെ വിളവെടുപ്പിന് നമുക്ക് ഇവിടെ തന്നെയുള്ള ആളുകളെ കിട്ടുന്നുണ്ടോ? ഇവിടെ ഉള്ളവർ കിട്ടുന്നുണ്ട്. പിന്നെ അവരും അന്യ സംസ്ഥാനക്കാരും വരുന്നുണ്ട്. അന്യ സംസ്ഥാനക്കാർ അവർക്ക് നന്നായിട്ട് ഏലക്ക എടുക്കാനായിട്ട് അറിയാവുന്നവരാണ്. നമ്മൾ ഏലം കൃഷി ചെയ്യുന്ന സമയത്ത് അത് നടുന്ന സമയം മുതൽ അത് പരിപാലിക്കേണ്ട രീതി ഒന്ന് വിശദമാക്കും. നമ്മൾ ഒരു മെയ് മാസം തുടങ്ങുന്നത് കുഴിയെടുക്കാനായിട്ട് തുടങ്ങും. പിന്നെ ജൂൺ ആദ്യത്തെ മഴയ്ക്ക് നടാൻ തുടങ്ങും. നടാനത്തെ ചാണകവും വേപ്പം പിണ്ണാക്കും കൂടെ എല്ലാം മിക്സ് ചെയ്തിട്ട് കുഴിയിലിട്ട് നടുക. നട്ട് 1-2 കൊല്ലത്തേക്ക് നമ്മൾ ഷെയ്ഡ് കൊടുത്ത് ശരിക്കും നോക്കണം. പിന്നെ ഷെയ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളം മാത്രം നനച്ച് കൊടുത്താൽ മതി. മരുന്നും സമയത്തിന് അതത് മാസത്ത് അടിക്കണം. നമുക്ക് വിളവെടുക്കാനായിട്ട് എത്ര നാൾ? 3 കൊല്ലം. 3 കൊല്ലം കഴിയുമ്പോൾ വിളവെടുക്കാനായിട്ട് 3ാമത്തെ കൊല്ലം തൊട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ഈ വേനൽക്കാലത്ത് ജലസേചനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടവിളയായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? കുരുമുളക് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ ഇനമാണ്? വെള്ളമുണ്ടി, നീലമുണ്ടി, പന്നീർവെണ്ണ, എല്ലാ ഇനം കുരുമുളകും ചെയ്യുന്നുണ്ട്. താങ്ങുപരമായിട്ട് എന്താ ഉപയോഗിക്കുന്നത്? കാറ്റാടിയും പ്ലാവും തന്നെ. കാട്ടുമരങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിള ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും വിള നശിച്ചു പോകുക അങ്ങനെ എന്തെങ്കിലും അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? വാഴയ്ക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. വാഴ കൃഷി ചെയ്തപ്പോൾ നശിച്ചു പോയിട്ടുണ്ട്. കാറ്റത്ത് പോയിട്ടുണ്ടായിരുന്നു. വാഴ കൃഷി ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? കുറച്ച് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഇനമാണ്? ഏത്തവാഴയുണ്ട്, റോസ്റ്റ് ഉണ്ട്, ഞാലിപ്പൂനുണ്ട്. ഈ 3 ഇനമാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണോ അതോ പുറത്ത് കച്ചവടത്തിന്? ഏത്തപ്പലയും ഞാലിപ്പൂന് മാത്രമേ ഉള്ളൂ. റോസ്റ്റ് നമ്മുടെ ആവശ്യത്തിന്. വിലയില്ല, റോസ്റ്റാക്കി വില കുറവാണ്. അപ്പോൾ ഈ വാഴ കൃഷി നമുക്ക് ലാഭകരമാണോ? നമുക്ക് അതായത് ചിലവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ് കിട്ടുന്നുണ്ട്. വാഴയ്ക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരാറുണ്ടോ? തണ്ടിപ്പുഴു കൂടുതൽ വരുന്നുണ്ട്. അതിന് പ്രതിരോധപരമായിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? അത് നമ്മൾ ഇടയ്ക്ക് മറ്റേ മരുന്ന് മാത്രം എക്കലസ് മാത്രം ഒന്ന് അടിച്ചുവിടുന്നു. പോള വൃത്തിയാക്കിയിട്ട് അടിച്ചുവിടും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട്. ഏലത്തിന് വളം ചെയ്യുന്നത് എത്ര നാൾ കൂടുമ്പോഴാണ്? ആദ്യത്തെ മഴയ്ക്കും പിന്നെ ഒരു ഒക്ടോബർ സമയം. വർഷത്തിൽ 2 തവണ ചെയ്യുന്നുണ്ട്. ജൈവവളമാണോ ചെയ്യുന്നത്? രണ്ടും കൊണ്ട്, ജൈവവളം, രാസവളം രണ്ടും ചെയ്യാറുണ്ട്. ഏലച്ചെടി നടുമ്പോൾ എന്തുമാത്രം അകലം പാലിച്ചാണ് നടുന്നത്? നമ്മൾ വെള്ളമൊരു നിരപ്പുള്ള സ്ഥലമാണെങ്കിൽ കണ്ടം ഈ വെള്ളമുള്ള സ്ഥലമാണ് 10 കെട്ട് വയ്ക്കും. 10 കെട്ടായിരിക്കും. കരയാണെങ്കിൽ 8 കെട്ട്. കരയാണെങ്കിൽ. ഈ തണ്ടുതുരപ്പനൊക്കെ പോലുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? തണ്ടുതുരപ്പ് ഞാൻ ഇപ്പം കീടനാശിനി ഉപയോഗിക്കുന്നത്. അത് നമുക്ക് മാസത്തിലൊന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ടോ? അല്ല, ആ തണ്ടുതുരപ്പിൻ്റെ ആ സീസൺ ഇപ്പം വെയിൽ സമയം, ആ സമയം മാത്രമേ ഉള്ളൂ. തണ്ടുതുരപ്പിന്റെ ശല്യം ഉണ്ടോ നോക്കിയിട്ടാണോ? അതിന് മാത്രമാണ് അടിക്കുന്നത്. ആ സമയത്ത് മാത്രമേ അടിക്കുന്നുള്ളൂ. അത് വെച്ച് നമുക്ക് പ്രതിരോധിച്ച് നിർത്താൻ പറ്റുന്നുണ്ടോ? ആക്രമണം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, കുറയുന്നുണ്ട്. ചൊറിയൊക്കെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? ചെറുതായിട്ടേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സാറിന് മരുന്നടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെയും പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए।
संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇപ്പോഴത്തെ ഒരു വിപണിയിലെ വിലയൊക്കെ വെച്ച് ഏലകൃഷി ലാഭകരമാണോ? ശരാശരി ഒരു പച്ചക്കാണെങ്കിൽ ഒരു 250 രൂപയെങ്കിലും കിട്ടുവാണെങ്കിൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് പച്ചക്കാണോ ഏലയ്ക്ക് കൊടുക്കുന്നത്? ഇല്ല, പച്ചക്കാണ് ഞാൻ ആദ്യം കൊടുത്തിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം കഴിഞ്ഞ കൊല്ലം തൊട്ട് സ്റ്റോർ ഒരെണ്ണം പണിതായിരുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ ഉണക്കി കൊടുക്കുമ്പോൾ പച്ചയ്ക്ക് കൊടുക്കുന്ന കാട്ടിൽ ഒരു 30-40 രൂപ ഒരു കിലോയിൽ മാറ്റം കിട്ടുന്നുണ്ട്. അപ്പോൾ ഉണക്ക ഏലക്കയുടെ വിപണി നമുക്ക് ഇവിടെ ഏലപ്പാറ മേഖലയിൽ ഏലപ്പാറയില്ല, ഏലപ്പാറയില്ല, കട്ടപ്പന പോകണം. കട്ടപ്പനയ്ക്ക് പോകണം, ഇല്ലെങ്കിൽ പുറ്റടിയിൽ പോകണം അല്ലേ? അവിടെ ഏലത്തിനൊക്കെ വെക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ പോയിട്ടില്ല. ഇടവിളയായിട്ട് കാപ്പി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഏതിനമാണ്, ആദായകരമാണോ? വിശദമാക്കാം. റോബസ്റ്റായാണ് നമുക്ക് ഇടവിളയായിട്ട് നിൽക്കുന്നത്. അത് സൈഡിൽ കൂടി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ലാഭം അത് ഏലത്തിൻ്റെ ഇടവിളയായിട്ടാണോ? ഏലത്തിൻ്റെ സൈഡിൽ കൂടിയാണ്, നടുക്കൂടിയല്ല, സൈഡിൽ കൂടി. അപ്പോൾ അതിനെ നമ്മൾ പണിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്ക് അതും കയറി വന്നോളൂ. വളം ഇടുന്നായിരുന്നു അതിനും കൂടെ ചേർത്തിടുമ്പോൾ കയറി വന്നു. വേറെ ആയിട്ട് പണിയുന്നില്ല. അതിനെ പണി കുറവായതുകൊണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന വിളവ് നമുക്ക് ലാഭകരമാണ്. ഇപ്പൊ കാപ്പിക്ക് വിലയുണ്ട്, 160 രൂപയുണ്ട്. ഇത്രയും വിലയുണ്ട്. അപ്പൊ നമുക്ക് ആദായകരമാണ് കാപ്പിക്ക് ലാഭം. കാപ്പിക്ക് വേണ്ടി പ്രത്യേകം വളം ചെയ്യാറുണ്ടോ? അതോ ഏലത്തിനൊക്കെ ചെയ്ത് പോകുന്നുള്ളൂ? വേറെ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? നമുക്ക് ഏലത്തിൽ നനയ്ക്കാൻ വേണ്ടി പടതക്കുളമുണ്ട്. അതിൽ മീൻ കൃഷിയുണ്ട്. മീൻ കൃഷി നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അത് എന്ത് തരം മീനൊക്കെയാണ്? സിലോപ്പി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ആവശ്യത്തിന് മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. അത് അല്ലാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതല്ലേ? കുറച്ചുകൂടെ വ്യാവസായികമായിട്ട് നമുക്ക് എടുക്കാം. അന്നേരം നമ്മൾ കൊടുക്കാൻ നേരത്ത് ആൾക്കാർ പൈസ നമുക്ക് തിരിച്ച് തരുന്നില്ല. അതായത് നമുക്ക് വിപണിയുടെ പ്രശ്നമാണുള്ളത്, വിഷയമുള്ളത്. ഇത് വളർത്താനായിട്ട് ഇപ്പം നമുക്കൊരു വീട്ടിൽ എല്ലാവർക്കും വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കുളം ഉണ്ടെങ്കിൽ സുഖമായിട്ട് വളർത്താം. അതിന് ശ്രദ്ധിക്കേണ്ട മാർഗ്ഗങ്ങൾ എന്ത് രീതിയിലാണ് വളർത്തേണ്ടത്? അവിടെ നമ്മൾ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊന്ന് വിശദമാക്കാം. വീട്ടിൽ തീറ്റ കൊടുക്കുന്ന തീറ്റയാകുമ്പോൾ സിലോപ്പി ആകുമ്പോൾ നമുക്ക് വീട്ടിലെ വേസ്റ്റ് കൊടുക്കാം. പിന്നെ അത് കുറച്ച് കൂടുതൽ വേസ്റ്റ് ഇങ്ങനെ വരുവാണെങ്കിൽ, മുഷിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അത് എന്ത് വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് വീട്ടിലെ ചെറിയ തൊട്ടിക്കകത്ത് വളർത്തിയാൽ മതി. അത് സിലോപ്പിക്കാണെങ്കിൽ കുറച്ച് ഒത്തിരി അഴുക്കാകരുത്, നല്ല വെള്ളം തന്നെ വേണം. മുഷിയാകുമ്പോൾ വിഷയമില്ല. നമ്മളിപ്പോൾ ഏലം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ആയതുകൊണ്ട് വെള്ളം എപ്പോഴും മാറി നിൽക്കുന്നുണ്ട്. നല്ല വെള്ളം തന്നെ കിട്ടുന്നുണ്ട്. തീറ്റ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ തീറ്റകളൊക്കെ തന്നെയാണ് കൊടുക്കുക. മറ്റേ കപ്പയുടെ ഇലയും അങ്ങനെയുള്ള തീറ്റയൊക്കെയാണ് കളയും പറിച്ചിട്ട് കൊടുക്കും. പിന്നെ വീട്ടിലെ കപ്പളങ്ങ, ചക്ക, ഇങ്ങനത്തെ വേസ്റ്റ് ഇങ്ങനെ സാധനം കൊടുക്കും. ഇപ്പോൾ സിലോപ്പിയൊക്കെ പൂർണ്ണ വളർച്ച എത്താനായിട്ട് എത്ര കാലം എടുക്കും? 2-3 മാസം കൊണ്ട് നമുക്ക് വിളവായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ? അപ്പോൾ ഒരാൾക്ക് സ്വന്തമായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ സിലോപ്പിയുടെ കൃഷിയാണെങ്കിൽ നമുക്ക് അന്നേരം ചെയ്യാം. വേറെ മീൻ നമുക്ക് ഉണ്ട്. അന്നേരം നമ്മൾ വെള്ളമൊക്കെ മാറ്റി കൊടുക്കണം. അതിന്റെ നമ്മൾ ശരിക്കും നോക്കാം. അപ്പോൾ ലളിതമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. സിലോപ്പിയ തന്നെയാണ്, മുഷിയൊന്നല്ല. അപ്പോൾ അതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ നിന്നാണോ? നമുക്കിവിടെ ആലടിയിൽ നിന്ന് നമുക്ക് അടുത്ത് കിട്ടും. നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ 6 രൂപ ഒരു കുഞ്ഞിന് 6 രൂപ ആ വിലയ്ക്ക് കിട്ടുന്നുണ്ട്. ചേട്ടന്റെ കൃഷിയിടത്തിൽ മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ട്. അത് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. നമ്മുടെ കൃഷിഭവനിൽ തന്നെ അത് ചെയ്യാൻ പറ്റും. അതിനുള്ള സമയത്തിന് ചെയ്യുന്നുണ്ട്. മണ്ണ് പരിശോധന വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണോ? അതോ ചെയ്യുന്നുണ്ട്. മണ്ണ് പരിശോധന ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങളൊന്നും വിശദമാക്കാം. മണ്ണിന്റെ ഇതനുസരിച്ച് നമുക്ക് വളം ചെയ്യാം. pH നോക്കിയിട്ട് നമുക്ക് കൂടുതലാണെങ്കിൽ കുമ്മായം ഇടാം. പിന്നെ കുറവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വളങ്ങൾ ചെയ്യാം. അപ്പം ഏത് വളം എന്തുമാത്രം വേണം, പൊട്ടാഷ്യം അതിൻ്റെ ഒരു നിർദ്ദേശം നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. യൂറിയയുടെയോ പൊട്ടാഷ്യൻ്റെയോ അളവ് കുറവാണെങ്കിൽ അത് നമുക്ക് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ സ്പൈസസ് ബോർഡ്, കൃഷിഭവൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രൂപ്പ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ടോ അതോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഏതൊക്കെ പച്ചക്കറിയാണ് ചെയ്യുന്നത്? ബീൻസ് ഉണ്ട്, തക്കാളി, പച്ചമുളക്,
ഗോവീസ് ഉണ്ട്, പാവലുണ്ട്, അച്ചങ്ങപ്പയറുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം തന്നെ അപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ കിട്ടുന്നുണ്ട്, പുറത്ത് കൊടുക്കാം, പുറത്ത് കൊടുക്കാൻ കിട്ടുന്നുണ്ട്. അത് കടയിലാണോ അതോ അല്ല അടുത്ത് വീടുകളിൽ പരിചയക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്? പച്ചക്കറി കൃഷി ജൈവ രീതിയിലാണ് ചെയ്യുന്നത്? ജൈവ രീതിക്കാണ് ചെയ്യുന്നത്. അതിന് എന്തൊക്കെ വളങ്ങളാണ് സാധാരണ? ചാണകവും വേപ്പുണ്ണാക്കും എല്ലുപൊടി അങ്ങനെയുള്ള ജൈവ മാത്രമാണ്. സൂര്യമില്ല വളം മേടിച്ച കീടനാശിനി അങ്ങനെ ജൈവ കീടനാശിനി അങ്ങനെയാണ് ചെയ്യുന്നുണ്ട്. ഈ എന്തെങ്കിലും പ്രാണികളുടെ ശല്യം അങ്ങനെ വെള്ളിച്ച വരുമ്പം ഈ മറ്റേ കാന്താരിയുടെയും അങ്ങനെ ഇതിൻ്റെയൊക്കെ അങ്ങനെ നമ്മൾ നാടൻ രീതിക്കുള്ള വേപ്പെണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ജൈവ രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ ഈ കീടങ്ങളെ പ്രതിരോധിച്ച് നിർത്താനും പറ്റുന്നുണ്ട്. മാക്സിമം ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇത്ര നാളും ഇത് ചെയ്ത് ഒരു അനുഭവ സമ്പത്ത് വെച്ച് എല്ലാവർക്കും ഇത് നിസ്സാരമായിട്ട് ചെയ്യാം. നമ്മൾ വീട്ടിലാണെങ്കിലും വീട്ടിൽ നമ്മുടെ സൈഡിൽ ഏതെങ്കിലും വേസ്റ്റ് ബക്കറ്റോ ഏതെങ്കിലും അതിൻ്റെ അകത്ത് ആക്കിയിട്ട് ഒരു തക്കാളിയോ പച്ചമുളകോ ഏതെങ്കിലും വെച്ച് വീട്ടിൽ വേസ്റ്റ് ഇട്ടാൽ മതി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ വിഷരഹിതമായ നല്ല പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരാൾക്ക് അയാളത് എങ്ങനെ ചെയ്യണം, അതിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം, അതിൻ്റെ പരിപാലനം എങ്ങനെയായിരിക്കണം, അതൊന്ന് വിശദമാക്കാമോ? പച്ചക്കറി സ്വന്തം ആവശ്യമാണെങ്കിൽ വീട്ടിൽ നമ്മളിപ്പം അതിനുള്ളപ്പോൾ നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് പച്ചക്കറി തൈയും വിത്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് വീട്ടിലിപ്പം വീട്ടിലെ ആവശ്യം പെട്ടെന്ന് പച്ചമുളക്, തക്കാളി, ബീൻസ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു ചാക്കാണെങ്കിലും നിറച്ച് കുറച്ച് മണ്ണെടുത്ത് മുറ്റത്ത് വെച്ച് ചെടിയുടെ കൂടെ തന്നെ വയ്ക്കും. ചെടിക്ക് നമ്മൾ നനയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ നനഞ്ഞ് കറിയുമ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ അർജൻറ്റായിട്ടുള്ള നമുക്ക് കിട്ടും. ശുദ്ധമായിട്ടുള്ള തന്നെ നമുക്ക് എടുക്കാനായിട്ടും പറ്റുന്നുണ്ട്. ഈ കമ്പോസ്റ്റ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ ഈ വീട്ടിൽ തൂത്തുവാരുന്ന ഈ ചപ്പൊക്കെ ആണെങ്കിലും വേസ്റ്റ് എവിടെയെങ്കിലും ഒരു മൂലയിലോ ഒരു ബക്കറ്റിലോ കൊണ്ടുവച്ചിട്ട് അതൊരു മണ്ണര കുറച്ച് അതിൻ്റെ കൂടെ ഇടുവാണെങ്കിൽ ഒരു മാസം. ചേട്ടൻ അങ്ങനെ കമ്പോസ്റ്റ് നിർമ്മിക്കുന്നുണ്ട്. ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളപ്പം അവിടുന്ന് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് കിട്ടുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ചേട്ടൻ്റെ പറമ്പിലേക്ക് ആവശ്യത്തിനുള്ള ഈ പറയുന്ന ചാണകം എല്ലാം നമ്മൾ വിലയ്ക്ക് മേടിക്കുന്നില്ല, നമ്മുടെ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ചാണകം കിട്ടുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് സ്ഥലം 4-5 ഏക്കർ ഉള്ളവരുണ്ട്, കിട്ടുന്നുണ്ട്. ബയോഗ്യാസ് ഉപയോഗിച്ച് നമ്മുടെ കുക്കിങ്ങിനുള്ള എല്ലാ ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ടോ? ഇല്ല, അതിനുള്ളത് കിട്ടത്തില്ല. രാവിലെ ചെറിയ പ്ലാന്റ് അപ്പോൾ രാവിലെ കാപ്പിക്കുള്ളത് എടുക്കും, പിന്നെ വൈകിട്ടത്തേക്ക് കുറച്ച് കിട്ടും. 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് കിട്ടുന്നുണ്ട്. നല്ല അത്യാവശ്യം നമുക്ക് ഗ്യാസിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇത്ര നാളത്തെ ഒരു അനുഭവ സമ്പത്ത് വെച്ച് കൃഷി ലാഭകരമാണോ ആസ്വാദികരമാണോ? കൃഷി ലാഭകരമാണ്. നമ്മൾ മാക്സിമം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക. ആളെ വെച്ച് പണിയുവാണെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. നമ്മൾ എന്തുമാത്രം അതിനകത്ത് ഇടപെടുന്നു അതനുസരിച്ച് നമുക്ക് ലാഭം കൂടുതൽ കിട്ടും. സന്തോഷകരമായിട്ട് പോകാനായിട്ടും അതന്നെ പറ്റുന്നുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ വൈഫുണ്ട്, 2 പിള്ളേരുണ്ട്. മക്കൾ എന്ത് ചെയ്യുന്നു? PSW പഠിക്കുന്നു. മൂത്താള് ഇളയത് 7ാം ക്ലാസ് പഠിക്കുന്നു. വൈഫ് വീട്ടിലും പിന്നെ കൃഷിയിലും കൂടെ അങ്ങനെ നിൽക്കുന്നു. മക്കളും കൃഷിയിലൊക്കെ സഹായിക്കാറുണ്ടോ? ഇടയ്ക്ക് അവധി ദിവസം വരും, സമയമുള്ളതിനനുസരിച്ച് വരാറുണ്ട്. അപ്പോൾ കുടുംബമായിട്ട് എല്ലാവരും കൂടെ കൃഷിയിലൊക്കെ ഇടപെട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്രയും നേരം നമ്മളോട് കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വിൻസെന്റ് എന്ന മാതൃകാ കർഷകനാണ്. കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇത്രയും സമയവും അനുഭവങ്ങളും പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. ഏലപ്പാറയിലെ മാതൃകാ കർഷകനായ ശ്രീ PG വിൻസെന്റുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.